ഇനി നമുക്ക് സുഖാനെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചിറ്റൂരിൽ എന്തായി എന്ന് അന്വേഷിക്കണം. പാലക്കാട് ചിറ്റൂരിൽ നിന്ന് കാണാതായ 6 വയസ്സുകാരൻ സുഖാനായി. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ചിറ്റൂരിൽ നിന്ന് ഐഷത്തുൽ ഷംന കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷംന, സുഖാനെ തിരയാൻ നാട്ടുകാരെ ഇറങ്ങിയിട്ടില്ലേ എന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ ഈ സുഹാനെ കാണാനില്ല എന്ന വിവരം വന്ന് അതിനൊക്കെ ശേഷം നാട്ടുകാർ തന്നെയായിരുന്നു തെരച്ചിലിന് മുന്നിലുണ്ടായിരുന്നത്. ഇപ്പോഴും നാട്ടുകാർ ഇവിടെയൊക്കെ ഉണ്ട്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ നാട്ടുകാർ ഇറങ്ങി തന്നെയാണ് തിരയുന്നത്. ഒപ്പം പോലീസുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്. എന്തായാലും ഇന്നലെ തെരച്ചിൽ നടത്തിയ കുളത്തിൽ വീണ്ടും തിരയുകയാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. ഇന്നലെ ഈ കുളത്തിൽ ഏകദേശം ആ ഒരു മേഖലയിൽ ആയിട്ടായിരുന്നു ഈ ഡോഗ് സ്ക്വാഡിൻ്റെ നായ എത്തി നിന്നത്. ഇന്നലെയൊക്കെ വളരെ വ്യാപകമായി തന്നെ അവിടെ തെരച്ചിലുണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലും പിന്നീട് രാത്രി ഏറെ വൈകി ഒരു ഇരുട്ട് വരുന്ന സാഹചര്യത്തിലും പിന്നീട് അതൊരു തെരച്ചിൽ വെല്ലുവിളിയായ ഘട്ടത്തിലാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം കുളത്തിലെ തെരച്ചിൽ ഇന്നലെ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇന്ന് തെരച്ചിൽ തുടങ്ങിയപ്പോൾ സമീപത്ത് തന്നെയുള്ള മറ്റൊരു അമ്പൽക്കുളത്തിലാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ കുളത്തിൽ തന്നെ, അതായത് ഈ നായ എത്തി നിന്നത് ഇവിടെ ആയതുകൊണ്ട് ആ ഒരു സാധ്യത അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇപ്പോഴും കുട്ടി എവിടെ എന്നതിന് ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മറ്റു കുളങ്ങളും ഉണ്ട്. എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ നാട്ടുകാരടക്കം ഇവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇന്നലെ തെരച്ചിലിനൊക്കെ വ്യാപകമായി ഉണ്ടായിരുന്നവർ തന്നെയാണ്. ചേട്ടാ, ഈ കുളത്തിൽ അങ്ങനെ ആരും ഇറങ്ങാറില്ല എന്നൊക്കെ പറഞ്ഞു. വേറെ ഈ സമീപത്ത് ഒരുപാട് കുളങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ 5 കുളമുണ്ട്. അവിടെ 5 കുളം ഉള്ളതാണ്. അത് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോവാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും നാട്ടുകാർക്ക് എന്തെങ്കിലും തോന്നുന്നു? അറിയില്ല. അറിയോ ഇവരെ കുടുംബത്തിനൊക്കെ? നന്നായിട്ട് അറിയാം. കാരണം ഒരു കുറച്ച് കുസൃതികളും മറ്റുള്ള കൊച്ചാണ്. അപ്പം നമ്മളതിന് ഇവർ പറയുന്നത് ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നുണ്ട്. ആളുകൾ പറയുന്നത് അതല്ല, കുസൃതി കൂടുതൽ കാരണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ചേട്ടനും അനിയനും അല്ലറ ചില്ലറ ചെറിയ ഒരു അസ്വരാസ്യം മറ്റേ ഉണ്ടായി. അതിൻ്റെ ഇതിൽ കൊച്ചു പുറത്തിറങ്ങി പിന്നെ എങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. എങ്ങോട്ട് പോയി കുട്ടി എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല. മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോൾ ഇന്നലെ രാവിലെ 11 മണിക്ക് കുട്ടിയെ കാണാതാകുന്നു. അതിനുശേഷം പിന്നീട് വീട്ടുകാർ തെരച്ചിൽ നടത്തുന്നു, നാട്ടുകാർ പ്രദേശത്ത് ഒട്ടാകെ തെരച്ചിൽ നടത്തുന്നു, പോലീസ് എത്തുന്നു, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തുന്നു. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു സൂചന പോലും ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്ന സംഭവം. എന്തായാലും പ്രദേശത്തുള്ള കുളങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനമായും തെരച്ചിൽ നടത്തുക. അതിൽ ഇന്നലെ ഈ നായ എത്തി നിന്ന കുളം, അത് ഇന്നലെ വ്യാപകമായ തെരച്ചിൽ നടന്നെങ്കിൽ കൂടി ഇന്ന് അവിടെ ഇല്ല എന്നൊരു വ്യക്തത വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ വീണ്ടും തെരച്ചിൽ നടത്തുകയാണ്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ മറ്റു മേഖലകൾ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രദേശം നിറയെ പാടങ്ങളുള്ള, ചെറിയ ഇടവഴികളുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയാണ്. ഇവിടെയൊക്കെ കുട്ടി മയങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ആ മേഖലകളിലൊക്കെ വ്യാപകമായി തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. നാട്ടുകാരുണ്ട് തെരച്ചിലിന്. ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ് 2 സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തുന്നത്. അങ്ങനെ വ്യാപകമായ ഒരു തെരച്ചിലാണ്. അപ്പോഴും ഈ നാട്ടുകാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് കുട്ടി അങ്ങനെ ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്കൊന്നോ പോവുകയോ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ആ പ്രദേശത്തുള്ള വീടിന് ചുറ്റുമുള്ള 2 വീടുകളല്ലാതെ കുട്ടിക്ക് അങ്ങനെ വലിയ ഒരു പരിചയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിരിക്കാൻ കഴിയുന്ന അത്ര ഒരു ബന്ധമോ ഒന്നും കുട്ടിക്കില്ല. അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. സാധാരണഗതിയിൽ വീട്ടിലെ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ചെറിയ പിണക്കം അത്രേ ഇന്നലെയും ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കുട്ടി എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമോ ഒരു വ്യക്തതയോ വരുന്നില്ല. ആശങ്കയിലാണ് ഇപ്പോഴും ചിറ്റൂർ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.